ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയസ് ഡേറ്റ ടൈപ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം വേരിയബിൾ എന്താണെന്ന് പഠിച്ചപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു എന്താണ് ഡേറ്റ ടൈപ്പ് എന്ന്. ഓർമ്മയുണ്ടോ? വേരിയബിൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഡേറ്റ ടൈപ്സ്. അതെന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്? ദ ടൈപ്പ് ഓഫ് ഡേറ്റ വിച്ച് വി ആർ പ്ലാനിങ് ടു സ്റ്റോർ. നമ്മളൊരു വേരിയബിളിന് നെയിം ഇട്ടു, ആ വേരിയബിളിലേക്ക് എന്തോ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പോവുക. ഫോർ എക്സാമ്പിൾ റോൾ നമ്പർ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ നെയിം ആയിരിക്കും, ചിലപ്പോൾ സാലറി ആയിരിക്കും. അപ്പോൾ എന്ത് ടൈപ്പ് ഡേറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നതെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേരിയസ് ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്സ് ഉണ്ട്. ജസ്റ്റ് പലപ്പോഴും എക്സാമ്പിളിനകത്തൊക്കെ കണ്ടു കാണും ഇൻറ്റ്, അതുപോലെ ഫ്ലോട്ട്. ഇത് ഓരോന്നും എന്താണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വേരിയസ് ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ബേസിക്കായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മൂന്നായിട്ടാണ്: പ്രൈമറി ഡേറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആൻഡ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ഓക്കെ, പ്രൈമറി ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാരക്ടർ, ഫ്ലോട്ട്, ഇൻറ്റ് ആൻഡ് വോയിഡ്. ഓക്കെ, 4 ബേസിക് ടൈപ്പാണുള്ളത്. ഈ ബേസിക് ഡേറ്റ ടൈപ്സ് ഓൾറെഡി സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡിഫൈൻഡ് ആണ്. അതായത് ലൈബ്രറി ഹെഡർ ഫയലുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ക്യാരക്ടർ, ഫ്ലോട്ട്, ഇൻറ്റ്, വോയിഡ് ഈ ഡേറ്റ ടൈപ്സ് ഡിഫൈൻഡ് ആണ്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. ഇനം, ടൈപ്പ് ഡെഫ്. ഓക്കെ, അതിൻ്റെ അടുത്ത ഡിവിഷനാണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പിൽ വരുന്നു പോയിൻ്റർ, അറേ, സ്ട്രക്ചർ ആൻഡ് യൂണിയൻ. അപ്പോൾ ഈ പോയിൻ്റർ, അറേ, സ്ട്രക്ചർ ആൻഡ് യൂണിയൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഡേറ്റ ടൈപ്പായ പ്രൈമറി ഡേറ്റ ടൈപ്സ് ഇല്ലേ, ക്യാരക്ടർ, ഫ്ലോട്ട്, ഇൻറ്റ്, വോയിഡ്. ഈ ക്യാരക്ടർ, ഫ്ലോട്ട്, ഇൻറ്റ് ഇതൊക്കെ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്തു വന്നതാണ് ഡിറൈവ്ഡ് ഡേറ്റ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രൈമറി ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കും. അതിനുശേഷം നമ്മൾ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്താണെന്ന് പഠിക്കും. ഓക്കെ, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് പുതുതായിട്ട് ഡിറൈവ് ചെയ്ത് വന്ന ഡേറ്റ ടൈപ്സ് ആണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ്. യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യുന്നത് പ്രോഗ്രാമർ ആയിട്ടുള്ള യൂസർ ആയിരിക്കും. ഇനി നമുക്ക് പ്രൈമറി ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ സൈൻഡും അൺസൈൻഡും ആയിട്ടുള്ള ഇൻറ്റീജർ ഉണ്ട്. ദെൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റിനുള്ളിൽ തന്നെ ഫ്ലോട്ട്, ഡബിള്, ലോങ് ഡബിള് അങ്ങനെ വരുന്നുണ്ട്. ക്യാരക്ടറും ഡിവിഷനുണ്ട്. നമുക്ക് ആദ്യത്തെ ഇൻറ്റീജർ എന്താണെന്ന് നോക്കാം. ദീസ് ആർ ഹോൾ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ഹാവ് ബോത്ത് 0, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്. നേരത്തെ നമ്മൾ എപ്പോഴും ഒരിക്കൽ പറഞ്ഞിരുന്നു എന്താണ്, ഹോൾ നമ്പേഴ്സേ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഹോൾ നമ്പേഴ്സ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് 0 വേണേൽ 0 സ്റ്റോർ ചെയ്യാം, -6 ആണ് അതായത് നെഗറ്റീവ് നമ്പറാണോ അത് സ്റ്റോർ ചെയ്യാം, പോസിറ്റീവ് നമ്പറാണോ അതും സ്റ്റോർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക? ഇൻറ്റ് ID അല്ലെങ്കിൽ ഇൻറ്റ് റോൾ നമ്പർ. മൾട്ടിപ്പിൾ വേരിയബിളിനെ നമുക്ക് ഒറ്റ ലൈനിൽ തന്നെ ഡിക്ലെയർ ചെയ്യാം. അതായത് സ്ക്രീനിൽ കാണിച്ച പോലെ ഇൻറ്റ് ID, ഏജ്, റോൾ നമ്പർ, അങ്ങനെ നമുക്ക് കോമ സെപ്പറേറ്റഡ് ആയിട്ട് ഒന്നിൽ കൂടുതൽ വേരിയബിൾ, അതിൻ്റെ എല്ലാം ഡേറ്റ ടൈപ്പ് എന്തായിരിക്കും? ഇൻറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു -5, 10 ഒരെണ്ണം നെഗറ്റീവ് നമ്പറും ഒരെണ്ണം പോസിറ്റീവ് നമ്പറുമാണ് അല്ലേ? അതുകൊണ്ടാണ് നേരത്തെ ഫിഗറിൽ സൈൻഡ്, അൺസൈൻഡ് അങ്ങനെ കാണിച്ചത്. സൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള സൈനും കൂടെ അതിനകത്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇൻറ്റീജർ എന്താണെന്ന് മനസ്സിലായി. സൈൻഡും അൺസൈൻഡും എന്താണെന്ന് നമുക്ക് പുറകെ പഠിക്കാം. നെക്സ്റ്റ് വൺ, ഫ്ലോട്ട് ആൻഡ് ഡബിൾ. ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഹോൾ നമ്പേഴ്സ് ആവണം എന്നില്ല, അതിന് പകരം പോയിൻറ്റ്സ്, ഫ്രാക്ഷൻസ് ഉള്ള നമ്പേഴ്സ് നമുക്ക് ഫ്ലോട്ടിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. റിയൽ നമ്പേഴ്സ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫ്ലോട്ട് സാലറി, ഡബിൾ പ്രൈസ്. ഇതിനകത്ത് രണ്ടിലും ഫ്ലോട്ടിനകത്തും ഡബിളിനകത്തും നമുക്ക് പോയിൻ്റ് അല്ലെങ്കിൽ ഫ്രാക്ഷനുള്ള റിയൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ എക്സ്പോണൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റയും നമുക്കിതിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ചില വാല്യൂസ് കണ്ടിട്ടില്ലേ, 33.5 E
ഇ എന്ന് പറയുന്ന എക്സ്പോണൻഷ്യലാണ്, അതും നമുക്കിതിൽ സ്റ്റോർ ചെയ്യാം. ഇനി എന്താണ് ഫ്ലോട്ടും ഡബിളും തമ്മിലുള്ള ഡിഫറൻസ്? സൈസിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് ഡാറ്റ ടൈപ്പ്, അതിൻ്റെ സൈസ് 4 bytes ആണ്. പക്ഷേ ഡബിളിൻ്റേത് ഡബിൾ പ്രിസിഷനാണ്, അതിൻ്റെ സൈസ് 8 byte ആണ്. മനസ്സിലായോ? അപ്പം ഫ്ലോട്ടും ഡബിളും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഡാറ്റ ടൈപ്പാണ്, അതായത് വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമുക്കറിയാം. നോ അല്ലെങ്കിൽ ആബ്സെൻറ്റ്, അതിനെയാണ് നമ്മൾ വോയിഡ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം എന്തിൻ്റെയൊക്കെയോ ആബ്സെൻറ്റ് അത് റെപ്രസെൻ്റ് ചെയ്യാനാണ് ഈ ഡാറ്റ ടൈപ്പ്. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഡാറ്റ ടൈപ്പ് വെച്ച് നമ്മൾ വേരിയബിൾസിനെ ഒന്നും ഡിക്ലെയർ ചെയ്യില്ല. അതായത് ഇൻറ്റ് എ എന്ന് പറയുന്നത് പോലെ വോയിഡ് എ എന്ന് ഡിക്ലെയർ ചെയ്യില്ല. ഓക്കെ, പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ വോയിഡ്? അതിന് ഫങ്ഷൻസ് എന്താണെന്ന് പഠിക്കണം. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ പഠിക്കത്തുള്ളൂ. പക്ഷെ ഇത്ര മനസ്സിലാക്കുക, ചില ഫങ്ഷൻസ് വാല്യൂ റിട്ടേൺ ചെയ്യും, ചിലത് റിട്ടേൺ ചെയ്യത്തില്ല. അപ്പോൾ വാല്യൂസ് റിട്ടേൺ ചെയ്യാത്ത ഫങ്ഷൻസിനെ നമ്മൾ വോയിഡ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യും. അത്ര മാത്രമേ ഇപ്പോൾ മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് ഫങ്ഷൻ എന്ന് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും കൺസെപ്റ്റ്. ഒന്നും റിട്ടേൺ ചെയ്യാത്ത, തിരിച്ചൊന്നും തരാത്ത ഫങ്ഷൻസിനെ നമ്മൾ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യും? വോയിഡ് എന്ന് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഷോർട്ട് ആൻഡ് ലോങ്. ഓക്കെ, അത് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ടൈപ്പ് സ്പെസിഫയർ എന്ന് പറയുന്നതായിരിക്കും, മോഡിഫയർ. അതായത് ഉള്ള ഡാറ്റ ടൈപ്പിനെ കുറച്ചും കൂടെ നമുക്ക് ലെങ്തി ആയിട്ടുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇൻറ്റീജർ തന്നെ, പക്ഷേ വളരെ കുറച്ചുകൂടെ സൈസ് കൂടുതലുള്ള ഒരു ഇൻറ്റീജർ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ലോങ് ഇൻറ്റ് എന്ന് കൊടുക്കും. ഇപ്പോൾ സൈസ് കുറവ് മതി, ഇൻറ്റീജർ വാല്യൂ തന്നെയാണ്, ഹോൾ നമ്പറാണ് സ്റ്റോർ ചെയ്യേണ്ടത്, പക്ഷേ ഇൻറ്റിൻ്റെ അത്രയും സൈസ് വെറുതെ കളയണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് ഇൻറ്റ് എന്ന് കൊടുക്കും. അപ്പോൾ ലോങ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സൈസ് കൂടുതലുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ഷോർട്ട് ഇൻറ്റ് എന്ന് പറയുമ്പോൾ ചെറുത്. അതുപോലെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസ് ആണെങ്കിൽ ലോങ് ഫ്ലോട്ട് അല്ലെങ്കിൽ ലോങ് ഡബിൾ, ഷോർട്ട് ഫ്ലോട്ട്, ഷോർട്ട് ഡബിൾ, അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ബൈ ഡിഫോൾട്ട് നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല, ലോങ് എ എന്ന് മാത്രം ഡിക്ലെയർ ചെയ്താൽ അത് ഇൻറ്റീജർ വേരിയബിൾ, ന്യൂമറിക്കലിൽ ഹോൾ നമ്പർ മാത്രം സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ലോങ്ങും ഷോർട്ടും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സൈൻഡ് ആൻഡ് അൺസൈൻഡ് വേരിയബിൾസ്. അപ്പോൾ ഇതും മോഡിഫയർ തന്നെയാണ്, ഞാൻ പറഞ്ഞിരുന്നു. സൈൻഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവ് വാല്യൂസും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, സൈൻ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അൺസൈൻഡ് ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് 0യോ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പറോ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സൈനും കൂടെ സ്റ്റോർ ചെയ്യുക, ഇത് നെഗറ്റീവ് ആണ് എന്ന് സിസ്റ്റത്തിന് മനസ്സിലാകാൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ സൈൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിറ്റും കൂടെ വേണം. നെഗറ്റീവാണ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1 എന്ന് പറയുന്ന ഒരു ബിറ്റ് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിൽ സ്പെസിഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് സിസ്റ്റത്തിന് മനസ്സിലാകത്തുള്ളൂ ഈ നമ്പർ നെഗറ്റീവാണ്. അങ്ങനെ 1 എന്ന് പറയുന്ന ഒരു വാല്യൂ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ ആർക്ക് പറ്റും? സൈൻഡ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്താൽ സാധിക്കും. അപ്പോൾ പോസിറ്റീവ് ആൻഡ് 0 എന്ന് പറയുന്ന വാല്യൂസ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അൺസൈൻഡ് എന്ന് ഡിക്ലെയർ ചെയ്യുക. നെഗറ്റീവ് വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ സൈൻഡ് എന്ന് ഡിക്ലെയർ ചെയ്യുക. നെക്സ്റ്റ് വൺ, ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. CHAR, ക്യാർ എന്ന് വായിക്കണം. പല കുട്ടികളും ചാർ എന്ന് വായിക്കുന്ന കേട്ടിട്ടുണ്ട്, അങ്ങനെ വായിക്കരുത്. ക്യാരക്ടറിൻ്റെ ക്യാർ. ഓക്കെ, അപ്പോൾ ക്യാർ എന്ന് പറയുന്നതിൻ്റെ സൈസ് 1 byte ആണ്. ഓക്കെ, അപ്പം ക്യാർ ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു H അല്ലെങ്കിൽ ക്യാർ നെയിം ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ N ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ സിംഗിൾ ക്യാരക്ടർ ആ വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. നമ്മൾ പറയുമ്പോൾ ഫീമെയിൽ ആണോ F ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് മതി? ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ മതി. നെക്സ്റ്റ് യൂസർ ഡിഫൈൻഡ് ആൻഡ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ആണ്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് കോമൺ ആയിട്ട് വരുന്നത് അറേ, പോയിൻ്റർ, ഫങ്ഷൻ, സ്ട്രക്ചർ, ഇതൊക്കെയാണ്. എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, ഇനി ഈ ബേസിക് ഡാറ്റ ടൈപ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിൻ്റെ സൈസും റേഞ്ചുമാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ആ ഫിഗറൊക്കെ മൈൻഡിൽ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ഡാറ്റ ടൈപ്പും അതിൻ്റെ സ്റ്റോറേജ് സൈസും പിന്നെ അതിൻ്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന റേഞ്ചുമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ നോക്കുക, ക്യാരക്ടറിന് 1 ബൈറ്റ്, അൺസൈൻഡ് ക്യാരക്ടർ ആണെങ്കിലും 1 ബൈറ്റ് ആണ്, സൈൻഡ് ക്യാരക്ടർ ആണെങ്കിലും 1 ബൈറ്റ് ആണ്. ഇൻറ്റീജറിൻ്റെ കേസ് എടുത്താൽ മിനിമം 2 ഉണ്ട്, മാക്സിമം 4 വരെയും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഷോർട്ട്, ലോങ് ഇങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നതിനനുസരിച്ച് സൈസ് മാറുന്നുണ്ട്. എല്ലാ സൈസും ബൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു പ്രോഗ്രാം നോക്കാം. ഒരു സാമ്പിൾ പ്രോഗ്രാം നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ ഒരെണ്ണമാണ്. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രിൻ്റ് ചെയ്യുവാണ്. കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോഗ്രാം പോലെ പക്ഷേ ഇവിടെ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് അല്ല പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റീജർ വാല്യൂ ആണെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ %d എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ക്യാരക്ടർ ആണെങ്കിൽ %c, ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണെങ്കിൽ %f, ഡബിൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ %lf. ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഔട്ട്പുട്ടിൽ ആ വാല്യൂ വരത്തുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ സൈസ് ഓഫ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ വെച്ചിട്ട് ഇതിൻ്റെ സൈസ് പ്രിൻ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, ടേബിളിലുള്ള സൈസ് തന്നെയാണോ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയിരിക്കുന്നതെന്ന് നോക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടേബിൾ പഠിച്ചു, ഡാറ്റ ടൈപ്പുകളുടെ സൈസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ സൈസ് തന്നെയാണോ നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഔട്ട്പുട്ടിൽ കിട്ടിയത് എന്ന് ചെക്ക് ചെയ്യണം. സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഈ പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മളൊരു ഇൻറ്റീജർ വേരിയബിളിലേക്ക് ഒരു വാല്യൂ എടുത്തു വെച്ചു. എയ്ക്കകത്ത് 10 കൊടുത്തു. അതുപോലെ ക്യാരക്ടർ വേരിയബിൾ ബിക്കകത്ത് സിംഗിൾ കോഡ്സിൽ എസ് എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. ഫ്ലോട്ടിനകത്ത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ കൊടുത്തു. ഡബിളിനകത്ത് കുറച്ചുകൂടെ വലിയ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ കൊടുത്തു. ഇനി അതിനെ പ്രിൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇൻറ്റീജർ വാല്യൂവിനെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ %d, ഡബിൾ കോഡ്സിനുള്ളിൽ %d എന്ന് കൊടുത്തിട്ട് ഡബിൾ കോഡ്സ് അടച്ചിട്ട് കോമ വേരിയബിളിൻ്റെ പേര് എ, അതുപോലെ ക്യാരക്ടർ വേരിയബിൾ റെപ്രസെൻ്റ് ചെയ്യാൻ %c കൊടുത്തു, ഡബിൾ കോഡ്സ് അടച്ചു, എന്നിട്ട് കോമ ബി. അങ്ങനെ ഓരോ വേരിയബിളിനെയും ഡിസ്പ്ലേ ചെയ്തിരിക്കുക. നിങ്ങൾ ആദ്യം പ്രോഗ്രാം ചെയ്യുമ്പം ഈ %d, %c ഇതൊന്നും കൊടുക്കാതെ ഇതൊന്ന് ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് വാല്യൂ ഔട്ട്പുട്ട് കിട്ടാതെ വരും. അതിനുശേഷം നിങ്ങൾ %d, %c ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വാല്യൂ ഡിസ്പ്ലേ ആകും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ ഈ പ്രോഗ്രാം ഇന്ന് ചെയ്ത് നോക്കണം. അതാണ് ഇന്നത്തെ അസൈൻമെൻറ്റ്. ദെൻ ഈ %d, %c അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇൻ്റ് ആണെങ്കിൽ %d, അതുപോലെ ലോങ് ആണെങ്കിൽ LD, ദെൻ %c ഫോർ ക്യാരക്ടർ, ഫ്ലോട്ടിനാണെങ്കിൽ F, ലോങ് ഫ്ലോട്ട് അതായത് ഡബിൾ ആണെങ്കിൽ LF. ഇങ്ങനെ ആണ് ഓരോന്നും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അസൈൻമെൻറ്റ് പ്രോഗ്രാം ചെയ്യുക, സ്ക്രീൻഷോട്ട് അയയ്ക്കുക. താങ്ക് യു.